സിയാറത്തിനു ശേഷം ആ വീട്ടിലേക്ക് കയറി ചെല്ലുമ്പോ വീട്ടിലേക്ക് എത്തുന്നതിന്റെ മുൻപ് തന്നെ പൊതുവായി എല്ലാവരും പൊതുവഴിയായി റോഡായി ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന റോട്ടിൽ തന്നെ ഹസനി ഉസ്താദിന്റെ വാഹനം കടന്നു ചെല്ലാൻ തടസ്സം സൃഷ്ടിക്കുന്ന രൂപത്തിൽ ഒരു വണ്ടി കൊണ്ടുവന്ന് ബ്ലോക്ക് ചെയ്യുകയും ഗേറ്റിലേക്ക് കടക്കുമ്പോഴേക്ക് വാഹനത്തിൽ നിന്ന് പുറത്തിറങ്ങി റോട്ടിലുള്ള സമയം വലിയ ആക്രോശത്തോടുകൂടി അതിന്റെയൊക്കെ പരിസര നാടുകളിൽ നിന്ന് പ്രത്യേകമായി പ്ലാൻ ചെയ്തതിന്റെ അടിസ്ഥാനം AP വിഭാഗം സംഘടനയുടെ ഗുണ്ടായിസം അവിടെ അഴിഞ്ഞാട്ടം നടത്തുന്ന രംഗമാണ് കാണാൻ സാധിച്ചത്. എന്തായാലും കണക്കിന് കിട്ടിക്കണ തോന്നുന്നുണ്ട്. അതുകൊണ്ടാണ് ഇപ്പോ ഉണ്ടാതിരിക്കരുത്. ഇപ്പോ വന്നിട്ടുണ്ട് കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട്. എന്തായാലും നൗഷാദ് കൂടെ ഈ വിഷയത്തെ കുറിച്ച് പറയുന്ന ചെറിയൊരു ഭാഗം കേട്ടോക്കാം. പക്ഷേ ഒരു സാമാന്യ മര്യാദ പോലും കാണിക്കാതെ ഗുണ്ടായിസം കാണിക്കുകയാണ് ഇവർ ചെയ്തത്, ഇവരുടെ നേതൃത്വത്തിന്റെ നിർദ്ദേശപ്രകാരം. മാത്രമല്ല അതിൽ ഏറ്റവും വലിയ രസകരമായ സംഭവം അവര് തന്നെ അത് പ്രചരിപ്പിച്ചു എന്നതാണ്. അങ്ങനെ ഉണ്ടായോ? അപ്പോഴാണ് നമുക്കത് വിശദീകരിക്കേണ്ടി വന്നത്. അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു ലൈവ് സംഘടിപ്പിച്ചത് അല്ലേ. പിന്നെ കുറെ കാര്യങ്ങൾ പറയുന്നുണ്ട്, അതിലേക്ക് നമ്മൾ പിന്നീട് വരാം. അപ്പോ മുഴുവനായിട്ടൊന്നും നമ്മൾ കേട്ടിട്ടില്ല. അപ്പൊ എന്തായാലും ഇതുമായിട്ട് ബന്ധപ്പെട്ട് കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്. എന്തായാലും ഈവന്മാർക്ക് കിട്ടിയത് നന്നായുള്ളൂ, കൊടുക്കേണ്ടതന്നെ. അതിന്റെ പ്രധാന കാരണം ഈ കുഞ്ഞായ്മതൊക്കെ തന്നെ. കുഞ്ഞായ്മത് 2025 ഒക്ടോബർ 17 വെള്ളിയാഴ്ച പൂനൂര് നടത്തിയൊരു പ്രസംഗമുണ്ട്. അതിലെ കുറച്ച് ഭാഗങ്ങൾ ഞാൻ നിങ്ങളൊന്ന് കേൾപ്പിക്കാം. അപ്പോൾ വ്യക്തമായിട്ട് നമുക്ക് എവർക്കും മനസ്സിലാവും ഇത് ഇവർ ചോദിച്ച് വാങ്ങിയതാണ് എന്നുള്ളത്. ഇത് നേതൃത്വത്തിന്റെ അറിവോ സമ്മതമൊന്നും വേണ്ടത്, ഇത് സാധാരണക്കാരായിട്ട് കൈകാര്യം ചെയ്യും. കാരണം അങ്ങനെയായിരുന്നു ഇവന്റെ ഒക്കെ പ്രശ്നം ഉണ്ടായിരുന്നത്. എന്തായാലും ഞാൻ പറയുന്നത് നമുക്കൊന്ന് കേട്ടോക്കാം. ഇപ്പോൾ ഏറ്റവും അവർക്ക് അണികളെ കൂട്ടാനുള്ള ഉത്തേജന ഔഷധമായി അവർ കാണുന്ന പേര് കുരുവട്ടൂർ. അവരെ നമുക്ക് കൈകാര്യം ചെയ്യുന്ന പരിപാടിയാണ് വരാൻ പോകുന്നത്. നമുക്കാണ് ഇത് കേട്ടപ്പോൾ വലിയൊരുനാളും വെള്ളിയാഴ്ച ഒരുമിച്ച് വന്ന സന്തോഷമായി. കാരണം കുറെ കാലമായല്ലോ നമ്മൾ ഇവർക്ക് മരുന്ന്, ഇവരെ പുകച്ച് പുറത്തിയാടിക്കാനുള്ള മരുന്ന് കൊടുത്തുകൊണ്ടിരിക്കുന്നു. പറയുന്നത് ഇപ്പോ ഈ വിഭാഗത്തെ പുകച്ച് പുറത്തു ചാടിച്ചിട്ടുള്ളത്. ഇനി ഇത് മാത്രമല്ല, ഇവൻ പ്രസംഗിക്കുന്നതിന്റെ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പാണ് ഇവരുടെ ഒപ്പം ഉണ്ടായിരുന്ന സലാം മുസ്ലിം എന്ന് പറയുന്ന ഒരാൾ മരണപ്പെടുന്നത്. അതുമായിട്ട് ബന്ധപ്പെട്ടാണ് ഈ പ്രസംഗത്തിൽ ഇവൻ പറയുന്ന കുറച്ച് കാര്യങ്ങൾ. അതാണ് ഞാൻ നിങ്ങളെ കേൾപ്പിക്കാൻ പോകുന്നത്. അപ്പോൾ അന്ന് കേട്ടോക്ക, അന്ന് പറഞ്ഞ എന്തൊക്കെയാന്നുള്ളത്. മയ്യത്ത് കരിക്കാൻ ആളുണ്ടാവില്ല എന്ന്, അല്ലെങ്കിൽ ഇപ്പൊ നിങ്ങൾ മയ്യത്ത് കരിച്ചിട്ട് എന്ത് കിട്ടാനാ? നിങ്ങൾ മയ്യത്ത് കരിച്ചിട്ട് എന്ത് കിട്ടാ? ഞാൻ പറഞ്ഞല്ലോ മയ്യത്ത് കരിക്കാൻ. ഇവർ പറഞ്ഞത് ശരിയാട്ടോ. എല്ലാരും മയ്യത്തുകാരൻ കഴിഞ്ഞതിന് ശേഷം പിന്നെ വരുമല്ലോ 2-3 ആൾക്കാർ, അവരെ മയ്യത്തുകാരൻ ഞങ്ങൾക്ക് വേണ്ട. അവങ്ങളെ എന്തൊരു വിരോധാഭാസ. അതെ അതെ. ആരവിടെ മരിച്ചെടുക്കുന്നത്? സലാം ഉസ്താദ്. ആരാ ഇനി ഇമാമത്ത് നിൽക്കുന്നത്? ശൈഖുന. ഇവരെന്തേ തുടരാത്തത്? അത് ശൈഖുന ഉള്ളതുകൊണ്ട്, ശൈഖുന ഇമാമത്ത് നിന്നതുകൊണ്ട് നമുക്ക് തുടരാൻ പറ്റൂല. ഇവരുടെ സലാം ഉസ്താദിന് മയ്യത്ത് നിസ്കരിക്കാൻ പോയി. അപ്പൊ എന്തിനാണ് നിങ്ങൾ സലാം ഉസ്താദിന് മയ്യത്ത് നിസ്കരിക്കുന്നതെന്ന് ചോദിച്ചത്. നിങ്ങൾ മയ്യത്ത് നിസ്കരിക്കുന്നതുകൊണ്ട് എന്ത് കാര്യം? ഇനി അത് മാത്രമല്ല, വേറെ വലിയ വെല്ലുവിളികൾ കിടക്കുന്നുണ്ട്. ഞാൻ കേൾപ്പിച്ചത്. അപ്പോ ഇവന്റെ മഷായിക്കുണ്ടല്ലോ, നമ്മളെ കോമാടൻ, മയ്യത്ത് നിസ്കരിക്കുന്നത് കൊണ്ടാണ് മറ്റുള്ളവർ നിസ്കരിക്കാഞ്ഞത് എന്നുള്ളതിനെയാണ് ഇപ്പൊ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അങ്ങനത്തെ നിങ്ങൾ എന്തിന് പിന്നെ അയാൾക്ക് മയ്യത്ത് നിസ്കരിക്കണം എന്നാണ് ചോദിക്കുന്നത്. ഇത് തന്നെയാണ് ഞങ്ങൾക്കും ചോദിക്കാനുള്ളത്. ഞങ്ങൾ ഉസ്താദുമാരെ അംഗീകരിക്കാത്ത നിങ്ങൾ എന്തിന് ആ വീട്ടിൽ വരണം? മകൻ വിളിച്ചാലും അവൻ അവിടുന്ന് ഒഴിഞ്ഞു പോകണം. എന്തായാലും നൗഷാദിനെ തടഞ്ഞത് നല്ല കാര്യം തന്നെയാണ്. എന്തായാലും ബാക്കി ഇവൻ പറയുന്നത് നമുക്ക് കാര്യങ്ങളൊക്കെ മനസ്സിലാവും. എടോ, ആരുടെ മയ്യത്തിന് വേണ്ടിയാ നിങ്ങൾ നിസ്കരിക്കാൻ പോണ്? ഞങ്ങളെ സലാം ഉസ്താദ്, ഞങ്ങളെ ബീരാൻ ഉസ്താദ്, ഞങ്ങളെ PV ഉസ്താദ്, ഞങ്ങളെ അസീസ് കായി, ഞങ്ങളെ പ്രിയപ്പെട്ട ഞങ്ങളെ ഇഖ്വാനികൾ, ഞങ്ങളെ സഹോദരങ്ങൾ, ഞങ്ങളെ ഈ അഹ്ലി എന്ന് പറഞ്ഞാൽ ഞങ്ങളെ മശായിഖന്മാർ ഞങ്ങളെ ശൈഖുനയിൽ അലിഞ്ഞു ചേർന്നവരാണോ? ഞങ്ങളെ ശൈഖുന അതവരുടെ, ഞങ്ങളുടെ ശൈഖുന എന്നത് ഞങ്ങളുടെ രക്തത്തിലും മജ്ജയിലും മാംസത്തിലും അലിഞ്ഞു ചേർന്നതാ. ഞങ്ങളെ ശൈഖുന മയ്യത്തിന് ഇമാമുക്കും അങ്ങക്ക് നിസ്കരിക്കാൻ വയ്യ, പിന്നെ എന്തിനാ ആ ശൈഖുനായ ഹൃദയത്തിന്റെ തേരിലേറ്റി ശൈഖുനയാണ് ഈ കാലഘട്ടത്തിൽ അല്ലാഹു ഞങ്ങൾക്ക് ചെയ്ത ഏറ്റവും വലിയ അന്യമത്തുൽ കുബ്ര എന്ന് വിശ്വസിക്കുന്ന ഞങ്ങളെ സലാം ഉസ്താദിന്റെ മയ്യത്ത് എന്തിനാണോ നിങ്ങൾ നിസ്കരിക്കാൻ വരുന്നത്? ഇതന്നെയാണ് ഞങ്ങൾക്ക് ചോദിക്കാനുള്ളത്. എന്തിന് നിങ്ങൾ അണ്ടോണ ഉസ്താദിന്റെ ഭാര്യ മരണപ്പെട്ടപ്പോൾ അവിടെ വരണം? അണ്ടോണ ഉസ്താദ് അംഗീകരിക്കുന്നത് ആരെ? ആ കുടുംബം അംഗീകരിക്കുന്നത് ആരെ? പിന്നെ എന്തിന് നിങ്ങൾ അവിടെ വരണം? ഇതേ ചോദ്യം തിരിച്ചിട്ട് തന്നെയാണ് നിങ്ങളോടൊപ്പം ചോദിക്കാനുള്ളത്, ഒരു വട്ടൂരികളോട്. ഇത് ഏത് സാധാരണക്കാരും ഇത് അങ്ങനെ ഈ പറഞ്ഞത് നേരെ തിരിച്ചങ്ങോട്ട് കണക്കാക്കിയതാണ്. ഈ കുട്ടിയെ മതി ഇതൊക്കെ, അല്ലാതെ വേറെ എന്താണ് സംഭവിച്ചിട്ടുള്ളത്?
എടോ നിങ്ങൾ ആരെങ്കിലും അടുപ്പിക്കോ? പിന്നെ വാക്ക് തന്നല്ല, ഇതിന് കടുത്ത വാക്കാണ് ഇപ്പൊ പിന്നീട് പറയുന്നത്. AP സമസ്തയിലെ ഗുണ്ടകളെ, AP സമസ്തയിലെ നവവഹാബികളെ, പ്ലീസ് നിങ്ങളോടുള്ള ഒരു വിനീതമായ അഭ്യർത്ഥനയാണ്. ഞങ്ങളുടെ അഹ്ല് മരിച്ചാൽ നിങ്ങൾ വരരുതേ, മയ്യത്ത് നിസ്കരിക്കാൻ ആ വഴിക്ക് വന്നേക്കില്ല. ഒരിക്കലും വരില്ല. എന്തിനാ വരുന്നത്? ഒരു ബക്കറ്റിൽ നല്ലൊരു വെള്ളം, അതിലൊരു ഇറ്റ് മൂത്രം വീണ കഴിഞ്ഞില്ലേ കഥ? എന്തിനാ നിങ്ങൾ നെജസാക്കാൻ വരുന്നത്? നിങ്ങൾ വരണ്ട. അല്ല ഇപ്പൊ നിങ്ങൾ മയ്യത്ത് കഴിച്ചിട്ട് എന്തിട്ടാണ്? അതൊക്കെ ചെയ്യേണ്ടത് കൃത്യമായ രൂപത്തിൽ അവരുടെ വിഷയങ്ങളിൽ ഇടപെടാനും അവരുടെ ബർസഖിയായ ലോകത്ത് ഇടപെടാനും മരണസമയത്തും മരണത്തിന് ശേഷവും നാളെ ആഖിറത്തിലും ഞങ്ങളെ കൈപിടിച്ച് രക്ഷപ്പെടുത്താൻ എന്നെ പിടിച്ചവർ ഏതും പേടിക്കേണ്ട, എന്നെ പിടിച്ചോർക്ക് ഞാൻ കാവലെന്നോവർ എന്നു പറയാൻ അധികാരമുള്ള വാപ്പാട മക്കളാണ് ഞങ്ങൾ. കുഞ്ഞായ്മതെ അതേപോലെയുള്ള വാപ്പാര മക്കൾ തന്നെ ഞങ്ങളൊക്കെ. കേട്ടിനിപ്പോ എന്താ ഇവിടെ പറഞ്ഞത്? ഇത് മറ്റുള്ളവർക്ക് എന്ത് ചെയ്യാം, നിങ്ങള് പിന്നെ എന്തിനവിടെ വരണം? എന്താണോ ഇവിടെ പറഞ്ഞത് അത് തിരിച്ചാണ് അവിടെ സംഭവം, അല്ലെ? നിങ്ങൾ അവരെ ദുആ ചെയ്തിട്ട് അവർക്ക് എന്ത് ഫലം കിട്ടാനാ? എന്ത് ഫലം കിട്ടാനാ? അന്യ നൗഷാദിനെ പോലത്തെ പ്രാർത്ഥിച്ചാൽ എന്ത് ഫലം കിട്ടും? അവർക്കൊക്കെ ഒരു ഫലം കിട്ടൂല. അതുകൊണ്ട് നിങ്ങളൊക്കെ മാറ്റി നിർത്തേണ്ടത് തന്നെയാണ്. അത് തന്നെയാണ് സംഭവിച്ചിട്ടുള്ളത്. അപ്പൊ ഇതൊക്കെ തന്നെ പ്രഖ്യാപനം നടത്തിയതാണ്. അത് അവിടെ എന്ത് ചെയ്ത് പ്രവർത്തകര് അത് ഒന്ന് പൂർത്തിയാക്കിയിട്ട് ശരിക്കും കാണിച്ചു എന്ന് മാത്രമേ ഉള്ളൂ അവിടെ ഉണ്ടായിട്ട്, അല്ലെ? ആരായാലും അവരുടെ കുടുംബങ്ങള് ആരിത് നടത്തിയാലും നല്ലൊരു കാര്യം ചെയ്തിട്ടുള്ളത്. എനിക്ക് പറയാനുള്ള ഒരു വിഷയം എന്താണെന്ന് വെച്ചാല്, നമ്മൾ ഉസ്താദുമാര് ആര് മരണപ്പെട്ടാലും ഇവന്മാരെ 7 അകലത്തേക്ക് പോലും എത്തിക്കരുത്. അങ്ങോട്ട് എത്തുന്നുണ്ട് ആട്ടി ഓടിക്കണം അവന്മാര്. അത് തന്നെയാണ് ചെയ്യേണ്ടത്. ഇപ്പൊ ഇവന്മാരിത് മൂടിയൊക്കെയുള്ള പരിപാടിയായിരുന്നേ, ഉസ്താദ് പറഞ്ഞിട്ടില്ലേ? അതിലിടക്കാണ് നമ്മളെ കുറച്ച് പ്രവർത്തകര് FB-ലൊക്കെ ഡയറ്റ് വിട്ടത്. അതിലിപ്പോ നിക്കക്കണ്ണി ഇല്ലാണ്ടായി. ഇപ്പൊ ഇവരെന്താ പറഞ്ഞ വീഡിയോ ഉണ്ട്. അപ്പൊ ഇവരെ മശായിക്കിന് നിർദ്ദേശം കിട്ടിയിട്ടില്ല ഇത്ര പുറത്തു വിടാൻ. എന്തായാലും ഇതൊക്കെ AP-ക്കാരെ കൊണ്ട് ചെയ്യിപ്പിച്ചത് നിങ്ങൾ തന്നെ. അതുകൊണ്ട് നല്ല നിലക്ക് നിന്നാൽ എല്ലാവർക്കും നല്ല നിലക്ക് പോവാം. എല്ലാം വളഞ്ഞിക്കണിയാണെങ്കിലോ അത് തിരിച്ചു സംഭവിക്കും. അതിന് യാതൊരു അപ്പീലും ഉണ്ടാവില്ല. അതാണ് ഇപ്പൊ നമുക്കൊക്കെ ഇവിടെ പറയുന്നത്.